നമസ്തേ, എല്ലാവർക്കും ദ എൻ പി ഡി സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സ്യൂസൻ കൗരത്ത്. നമ്മുടെ എൻ പി ഡി സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. അത് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ നാർസിസിസ്റ്റ്, ഈ വിക്ടിം ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവര് ബ്രീഡ് ചെയ്ത് വരുന്നത്. അതായത് ദ കൾച്ചർ ദാറ്റ് ബ്രീഡ്സ് എ നാർസിസിസ്റ്റ് ആൻഡ് വിക്ടിം. വിക്ടിമിനെയോ നാർസിസിസ്റ്റിനെയോ ബ്രീഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കൾച്ചർ. ആ കൾച്ചറിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്ന കൾച്ചർ തന്നെയാണത്. ആ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇമോഷൻ ബേസിച്ച് പല കൾച്ചറുണ്ട്. നമുക്ക് നമ്മൾ ഓരോ സൊസൈറ്റിയിലും ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്ക് കൾച്ചറിനെ ഡിഫറെൻ്റ് ഇതായിട്ട് നമുക്കിങ്ങനെ നോക്കാം. പക്ഷെ ഇവിടെ ഞാൻ നോക്കുന്നത് ഒരു ഇമോഷൻ ബേസ്ഡ് ആയിട്ടുള്ള കൾച്ചറാണ്, ഒരു ഇമോഷൻ ബേസ്ഡ്. അപ്പം ഏത് ഇമോഷൻ ആയിരിക്കും? ഞാൻ നേരത്തെ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഫിയർ എന്ന് പറയുന്ന ഇമോഷനാണ്. സോ ഒരു ഫിയർ കൾച്ചറിലാണ് ഈ കാര്യങ്ങൾ, നമ്മൾ ഈ നാർസിസിസവും വിക്ടിംഹുഡും എല്ലാം ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫിയർ എന്ന് പറയുന്ന കാര്യമാണ് നമ്മളെല്ലാം ഇങ്ങനെ, നമ്മുടെ കൾച്ചറേ അതാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സൊസൈറ്റിയിൽ, നമ്മളുടെ ഫെയ്ത്തിൽ, നമ്മുടെ റിലീജിയൻ, എല്ലാത്തിനകത്തും ഫിയർ ഓഫ് ദ കോൺസിക്വൻസസ്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, നീ ഇങ്ങനെ ആയില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കും, ആൾക്കാർ ഇങ്ങനെ പറയും, അവിടെ അങ്ങനെ സംഭവിക്കും, ഇവിടെ അങ്ങനെ സംഭവിക്കും, കർമ്മ, അല്ലെങ്കിൽ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും നമ്മളെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മളെ പേടി എന്ന് പറയുന്നതിലേക്കാണ് നമ്മളെ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. പേടിയുടെ ഒരു കൾച്ചറിലാണ് നമ്മളെല്ലാവരും വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ച നാള് മുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മാതാവിൻ്റെ പേരൻസ് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ നമ്മൾ ഫിയറിലാണ്. അവരുടെ ഫിയർ ഇനി കുട്ടി ഉണ്ടാവുമോ, ഉണ്ടായില്ല എന്ത് ചെയ്യും, നാട്ടുകാരോട് എന്ത് പറയും, ഈ രീതിയിലുള്ള ആധിയും പെയിനും ഫിയറും എല്ലാം ആയിരിക്കും. അപ്പൊ ജനിക്കുന്നത് മുമ്പേ തന്നെ ഒരു ഫിയർ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ നമ്മൾ അതിലാണ് ജനിച്ചു വീഴുന്നത്, അതിനകത്താണ് നമ്മൾ വളരുന്നത്. നമ്മളെ ഓരോ ഡിസിപ്ലിൻ നമുക്കറിയാം ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഡിസിപ്ലിൻ ഇസ് ഡൺ ബൈ ക്രിയേറ്റിംഗ് ഫിയർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിയർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്ക് ജീവിക്കാനായിട്ട്. ഫിയർ മോശമായിട്ടുള്ളൊരു വികാരമാണെന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഫിയർ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. നമുക്ക് തോന്നിയ പോലെയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഫിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസിപ്ലിൻ. പക്ഷെ ഓവറായിട്ടുള്ള ഒരു ഫിയർ കൾച്ചർ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കൾച്ചറിനകത്ത്, നമ്മുടെ ലൈഫിൽ ഫിയർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എങ്കിലേ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റിംഗ് ഒക്കെ എന്തിനാ ചെയ്യുന്നത്? നമുക്ക് ചെറിയൊരു ഫിയർ വരുന്നത് കൊണ്ടാണ്. ആരെങ്കിലും എനിക്ക് ആക്രമിക്കുമോ, എന്നെ ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ള രീതിയിൽ നിന്നാണ് അത് വരുന്നത്. പക്ഷേ ഒരു ഫിയർ കൾച്ചർ ആകുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രീംലി ഫിയർ കോസ് ചെയ്തിട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുന്നത്, അമ്മമാര് കുട്ടികളെ ഭക്ഷണം കഴിക്കുന്നു, കൊക്കാച്ചി വരും, മറ്റേ ആളെ കൊണ്ട് പിടിപ്പിക്കും, പോലീസ് വരും, നീ തിന്നില്ലെങ്കിൽ നിനക്ക് അങ്ങനെ വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലര് ടി വിക്കകത്ത് കിടാണു അതിനെ ഇങ്ങനെ കാണിച്ചിട്ട് പറയും, കണോ ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പേടിപ്പിച്ചിട്ടാണ് ഭക്ഷണം വരെ നമുക്ക് കഴിക്കുന്നത്. ഇനി ഭക്ഷണം ചില കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നത്, നീ തടി വെച്ചിട്ട് നിനക്ക് അങ്ങനാകും ഇങ്ങനാകും, അത് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു, ഭക്ഷണം അധികം കഴിപ്പിക്കാതിരിക്കും. ഇങ്ങനെ ഫീഡിങ്ങിൽ പോലും നമ്മൾ ഫിയറിനെ നമ്മൾ കോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇസ് പ്രൊമോട്ടഡ് ബൈ ഫിയർ. ഹെൽത്ത് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്തിനും പേടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു റുട്ടീനായിട്ടോ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നും നമ്മളെ കൊണ്ടുവരാതെ നമ്മളെ കുറേ ഫിയറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വണ്ണം കൂടി, വണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നു, അങ്ങനെ നിൽക്കുന്നു, അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു. നമ്മുടെ ബ്യൂട്ടി ഈസ് ക്രിയേറ്റഡ് ഫിയറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വെളുത്തിരിക്കണം, കറുത്തിരിക്കാൻ പാടില്ല, മൂക്ക് നീണ്ടിരിക്കണം, കണ്ണങ്ങനെ ഇരിക്കണം, ഇതിങ്ങനെ ഇരുന്നില്ല കുഴപ്പമാണ്, മുടി ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിലൊരു ഫിയർ ഫീലിംഗ് ആണ് നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്സ് ആർ ബേസ്ഡ് ഓൺ ഫിയർ. അവരോട് അങ്ങനെ പറഞ്ഞ പ്രശ്നമാകും, ഇങ്ങനെ പറഞ്ഞ പ്രശ്നമാകും, ഇങ്ങനെ നോക്കിയ പ്രശ്നമാകും, ഇങ്ങനെ ഇരുന്ന പ്രശ്നമാകും, നടന്ന പ്രശ്നമാകും. ഈ എല്ലാത്തിനകത്തും അങ്ങനത്തെ ഒരു ഫിയറാണ് വരുന്നത്. ഓരോ വ്യക്തികളോടുള്ള റിലേഷൻഷിപ്പിലും അങ്ങനെ പൊസിഷൻസിൽ ഇരിക്കുന്നവരോട് ഫിയറാണ് റാദർ ദാൻ റെസ്പെക്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ ഈസ് ബേസ്ഡ് ഓൺ ഫിയർ. നാളെ എന്താകും, നാളെ ഇങ്ങനെയാകും, നാളെ അങ്ങനെയാകും, നിനക്ക് നാളെ പറ്റി അങ്ങനെയാകണം, ഇങ്ങനെയാകണം, നീ എന്തിനാ പഠിക്കുന്നതെന്ന് കുട്ടികളോട് ചോദിച്ചാൽ അങ്ങനെ പഠിച്ചാലല്ലേ ഫ്യൂച്ചറിൽ ജോലി കിട്ടി എനിക്ക് പൈസ കിട്ടി അങ്ങനെയാകാൻ പറ്റുമോ? ഫ്യൂച്ചർ എന്ന് പറയുന്നത് പോലും ഫിയറിലേക്ക് ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ
അവരുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ ഫിയർ ബേസ്ഡ് ആണ്. നീ പാപം ചെയ്തു, നീ അവിടെ കുറ്റം ചെയ്തു, ദൈവത്തിന്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ നിനക്ക് അങ്ങനെയായി ഇങ്ങനെയായി, നീ നിന്നെ ഭർത്താവിനെ അനുസരിച്ചില്ല, മകനെ ഇങ്ങനെ നോക്കി, മകളോട് അങ്ങനെ പെരുമാറി, മാതാപിതാക്കളോട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയ്യോ എൻ്റെ ദൈവമേ, എങ്ങോട്ട് തിരിഞ്ഞാലും ഫിയർ എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്. അതുപോലെ എവറി പ്ലാൻ, എവറി ആക്ഷൻ, എവറി കോൺസിക്വൻസ്, എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ഫിയർ. അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു ഫിയർ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിയർ കൾച്ചറിലേക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു നാർസിസം അല്ലെങ്കിൽ ഒരു വിക്ടിംഹുഡിലേക്ക് കയറുന്ന ഒരു പ്രോസസ്സ് വളരെ ഈസിയാണ്, വളരെ ഇതായിട്ട് അത് നടക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണ് ഒരു നാർസിസിസം എന്ന് പറയുന്ന ഒരാൾ, ഒരു നാർസിസിസ്റ്റ് എന്തൊക്കെ ഫിയേഴ്സ്. നാർസിസിസ്റ്റ് ഇസ് എ വെരി, അയാൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ഫിയർ ആണ്. നമ്മൾ പറയും ഒരു കൊവാർഡാണ്, ഒരു മുമ്പോട്ട് വന്നിട്ട് തന്റെ ഫിയറിനെ ഫേസ് ചെയ്യാനൊന്നും കഴിവില്ലാത്ത ഒരാൾ മറ്റുള്ളവരുടെ മുകളിലേക്ക് അവരുടെ ഫിയറിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അവിടെ ഒരു നാർസിസിന്റെ ഏറ്റവും വലിയ ഫിയർ ആണ് ദ ഫിയർ ഓഫ് അബാൻഡൻമെന്റ്. ഞാൻ ഒറ്റപ്പെടും, എനിക്കാരും ഇല്ലാതാവും, അങ്ങനെ എന്നെ പല രീതിയിലും പല സിറ്റുവേഷൻസിലും അവരുടെ വർക്കിലായാലും അവരുടെ ഇന്ററാക്ഷൻസിലായാലും ഒക്കെ അവർക്ക് ആ ഫിയർ ഓഫ് അബാൻഡൻമെന്റ് വരാം. ഇനി അടുത്ത ഒരു ഫിയർ ആണ് ദ ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റീസ്. അവരുടെ ഇൻസെക്യൂരിറ്റീസ്, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അവർ കംഫർട്ടബിൾ അല്ല, പല കാര്യത്തിലും അവർ സെക്യൂർ അല്ല, അവർക്ക് ആ ഒരു കംഫർട്ടോ സെക്യൂർ ഫീലിങ്ങോ ഇല്ല. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ, എന്തെങ്കിലും ഇതിങ്ങനെ പോയാലോ, അവരെന്നോട് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിലോ, ഇവിടെ ഞാൻ ചെല്ലുമ്പോൾ അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്താലോ, അവരെന്നെ പറ്റി കുറ്റം പറഞ്ഞാലോ, എന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് വളരെയേറെ ഫിയർഫുൾ ആയിട്ടുള്ള കാര്യമാണ് വിക്ടിംഹുഡ്, ഞാൻ വിക്ടിം ആകുക എന്നുള്ളത്. അപ്പൊ ദ ഫിയർ ഓഫ് വിക്ടിംഹുഡും നമ്മുടെ നാർസിസിസത്തിനുള്ള ഒരു ഫിയർ ആണ്. അടുത്തതെന്ന് പറയുന്നത് ഫിയർ ഓഫ് ഇമോഷണൽ പെയിൻ. അവർക്ക് ആ ഇമോഷണൽ പെയിൻ എന്ന് പറയുന്നത് ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ്, അതിനകത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ ആ ഇമോഷണൽ പെയിൻ വരാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും, നമ്മളിലേക്ക് വരൂല. അപ്പൊ നമുക്ക് വരാനുള്ളതിനെ അവർക്ക് കൊടുത്തിട്ട് അവരെ ഫിയറിലൂടെ അവരെ ആ പെയിനിലൂടെ കൊണ്ടുപോകുന്നു. നമ്മളപ്പം അവിടെ സമാധാനമായിട്ടിരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആൻഡ് ഫിയർ ഓഫ് സക്സസ്. രണ്ടും ഒരു നാർസിസിസ്റ്റിന് കാണാനുള്ള സാധ്യതയുണ്ട്. ഫിയർ ഓഫ് ഫെയിലിയറും ഫിയർ ഓഫ് സക്സസും ഇവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫിയർ ഓഫ് ലൂസിങ് ദെയർ സെൽഫ് എസ്റ്റീം, അവരുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ അവരുടെ ഈഗോ, ഒരു ഫിയർ ഓഫ് ഹേർട്ടിങ് ദെയർ ഈഗോ. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത് ഇൻഫ്ലേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതിൽ ആരെങ്കിലും കുത്തിപ്പൊട്ടിക്കുവോ എന്നുള്ള പേടി ഭയങ്കരമായിട്ടുണ്ട്. ദ ഫിയർ ഓഫ് നോട്ട് ബീയിങ് എ ഹീറോ, ഞാനാണ് ഇവിടുത്തെ ആള്, ഞാനാണ് അങ്ങനെയാണ്, എനിക്ക് ഇമ്പോർട്ടൻസ് വേണം, ആ ഇമ്പോർട്ടൻസിലും വാലിഡേഷൻ അപ്രീസിയേഷൻസിലും ഒക്കെ ഇരിക്കാനുള്ള അതിങ്ങനെ കുറേ ഫിയേഴ്സിന്റെ കൂടുകളാണ് ഓരോ നാർസിസിസ്റ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. അവർ വലിയ ആളുകൾ മുമ്പിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം അവർ ഭയങ്കര സാധനങ്ങളാണ്. പക്ഷെ പേടിയിൽ നിന്നാണ് ഒരാൾ വേറൊരാളെ ഉപദ്രവിക്കണമെങ്കിൽ അയാൾ ഫിയറിൽ നിന്നേ ഉപദ്രവിക്കത്തുള്ളൂ. ഫിയർ ഇല്ലെങ്കിൽ അയാൾ ഉപദ്രവിക്കത്തില്ല. അപ്പം ആ ഫിയർ അവരങ്ങനെ ചെയ്താൽ, അവരെങ്ങനെ കാണിച്ചാൽ എന്നുള്ള ഫിയറിൽ നിന്നാണ് അങ്ങോട്ട് പോയി ഉപദ്രവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ നിർത്തും. ദാറ്റ് ഈസ് ഓൾവേസ് ദേ. അതല്ലാതെ അങ്ങോട്ട് കയറി അവരെ ആക്രമിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരാൾക്ക് എപ്പോഴും മറ്റേ ആളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമോ എന്നുള്ള ഫിയറിൽ നിന്നാണ് അവരത് ചെയ്യുന്നത്. ഇനി അടുത്ത ഇതിൽ എന്ന് പറയുന്നത് നമ്മൾ വിക്ടിമിലേക്ക് നോക്കുകയാണ്. വിക്ടിമിന്റെ ഫിയർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മളുടെ ഈ ഫിയർ കൾച്ചറുമായിട്ട് എനിക്ക് യോജിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ഫിയർ ആണ് കേട്ടോ. ഐ എം നോട്ട് ഹാവിങ് കൺഫോമിറ്റി ടു ദ ഫാമിലി ആൻഡ് സൊസൈറ്റൽ പ്രാക്ടീസസ്. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ ഈ ഫാമിലിയുടെയും സൊസൈറ്റൽ പ്രാക്ടീസസിൻ്റെയും അതിനോട് കൺഫേം ആയിട്ട് നിന്നില്ലെങ്കിൽ, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നില്ലെങ്കിൽ എനിക്കുണ്ടാകാവുന്ന മോശമായിട്ടുള്ള അനുഭവങ്ങൾ, ആളുകൾ എന്നെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ എനിക്ക് എന്നെ തന്നെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിറ്റിയോട് കൂടി ലോജിക്കലായി പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പെയിൻ, ഇങ്ങനെയായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരെ പേടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യൂട്ടി എന്ന് പറയുന്നു. ഐ എം നോട്ട് പെർഫോമിങ് മൈ ഡ്യൂട്ടി വെൻ ഐ എം ഒരു ധർമ്മ എന്ന് പറയുന്നതിൽ അത് ഡ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. സോ വെൻ യു ഹാവ് ധർമ്മയിൽ രണ്ട് കാര്യമുണ്ട്, പാഷൻ ഉണ്ട്, ഡ്യൂട്ടി ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ അതിന് എനിക്ക് ചില ഡ്യൂട്ടി, ഞാൻ അമ്മ, അച്ഛൻ, മകളാണെങ്കിൽ, ബ്രദർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മദർ ഇൻ ലോ, സിസ്റ്റർ, എല്ലാം അങ്ങനെ ഓരോ പൊസിഷനിലും ഓരോ ഡ്യൂട്ടി ഉണ്ട്.
അപ്പം ഞാൻ ആ ഡ്യൂട്ടി നിർവഹിച്ചില്ലെങ്കിൽ ഉണ്ടാകാമാകുന്ന കുറേ കാര്യങ്ങൾ ചുമ്മാ നമ്മുടെ തലയ്ക്കകത്തേക്ക് ഇട്ട് തരിക. നീ അങ്ങനെയായി തരും, നീ ഇങ്ങനെയായി തരും. അച്ഛനോടോ അമ്മയോടോ ഒരു കാര്യം എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം പോക്കാട്. പിന്നെ ഒരു കാരണം അവരുടെ അനുഗ്രഹം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കണം. അതായത് ഏറ്റവും മോശമായി പെരുമാറുന്ന അച്ഛനും അമ്മയായിരിക്കും, ഏറ്റവും പോക്കൃത്തരം കാണിക്കുക. അത്രയും അബ്യൂസീവായിട്ടാണെങ്കിൽ പോലും ഈ രീതിയിലുള്ള ഫിയർ കൾച്ചറിലേക്ക് വരുമ്പോൾ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ഫിയറാണ് വിക്ടിമിന് വരിക. അതുപോലെ തന്നെ ഇനി ഞാനൊരു സെൽഫിഷ് ആണെന്നുള്ള ആളുകൾ പറയുമോ, ഞാനൊരു ഐ എം എ സെൽഫിഷ് പേഴ്സൺ, ഐ എം എ സെൽഫ് സെൻറ്റേർഡ് പേഴ്സൺ, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുന്ന ആളാന്ന് എല്ലാവരും പറയാൻ തുടങ്ങുമോ? അതിൽ ഐ ആം നോട്ട് എ സെൽഫ് സാക്രിഫൈസിങ് കൾച്ചർ, എ കൾച്ചർ ദാറ്റ് പ്രൊമോട്ട് പെയിൻ, ദാറ്റ് ഓൾസോ ഈസ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ വിക്ടിം. ഈവൻ നാർസിസിസ് ആ പെയിൻ വേണ്ട, ഞാൻ പറഞ്ഞില്ല ഇമോഷണൽ പെയിൻ വേണ്ട എന്നുള്ളതിൽ നിന്നാണ് നാർസിസിസ് ഭയങ്കരമായിട്ട് കയറുന്നത്. അപ്പം ഒരു പെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫിയർ കൾച്ചർ മാത്രമല്ല, അതിലേക്ക് ഞാൻ വരികയാണ്. ഈ ഇത് വരുമ്പോഴത്തേനും നമ്മുടെ സെൽഫിഷ് ആൻഡ് സെൽഫ് സാക്രിഫൈസിങ്ങിൽ നമ്മൾ നോക്കുന്നത്, സെൽഫ് സാക്രിഫൈസിങ് എന്ന് പറയുന്നത് പെയിൻ കൾച്ചറാണ്. അപ്പൊ ഫിയർ ആൻഡ് പെയിൻ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു കൾച്ചറിലാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പൊ ആ കൾച്ചറിൽ നിന്നാണ് ഇത് രണ്ടും ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഈ കൾച്ചർ അല്ലാതെ വളരെയേറെ കെയറിങ്, സപ്പോർട്ടിങ്, ഹാപ്പി, കോൺഫിഡൻസ് ഒക്കെ ബ്രീഡ് ചെയ്യുന്ന ഒരു കൾച്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചറാണ് നമുക്കുള്ളതെങ്കിൽ അതിനകത്തുനിന്ന് നല്ല നല്ല വ്യക്തിത്വങ്ങൾ വളർന്നു വരാനായിട്ട് സാധ്യതയുണ്ട്, വളരെ ജെനുവിൻ ആയിട്ടുള്ള. ഇതിനകത്ത് ഇത് രണ്ടും വരുന്നത് പെയിൻ ആൻഡ് ഫിയർ കൾച്ചറിൽ നിന്നാണ്. അപ്പൊ സെൽഫ് സാക്രിഫൈസിങ് എന്ന് പറയുന്നത് നീ സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ അവിടെ ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടും. സാക്രിഫൈസിങ് എന്ന് പറയുന്നത് നമുക്ക് പെയിൻ ആണ്. അപ്പൊ ഈ പെയിനും ഫിയറും ചേർന്നിട്ടുള്ളൊരു കൾച്ചറാണ് അവിടെ വരുന്നത്. അടുത്ത ഫിയർ ഈ വിക്ടിമിന്റെ ഫിയർ ഓഫ് ബീയിങ് അലോൺ, ഫിയർ ഓഫ് ബീയിങ് അബാൻഡൻഡ്, അതൊക്കെ വരും. ഫിയർ ഓഫ് റിജക്ഷൻ, ഫിയർ ഓഫ് എന്താ പറയുക, നമ്മളെ ഒറ്റപ്പെടുത്തി അങ്ങനെ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഫീലിങ്ങിൽ ഇവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ആട്ടെ, ഏതെങ്കിലും ആട്ടെ, എങ്ങനെയെങ്കിലും ഒന്ന് ലൈഫ് ജീവിക്കാം. കാരണം നിങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ ഒന്നിച്ച് നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആണ് പീപ്പിൾ ലുക്ക് അറ്റ് യു ആൻഡ് ദേ സ്റ്റാർട്ട് ടു ക്രിറ്റിസൈസ് ആൻഡ് എവറിത്തിങ്. ബട്ട് ആ സിസ്റ്റത്തിന്റെ കൂടെ ചുമ്മാ അങ്ങ് ഒഴുകി പോവുകയാണെങ്കിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ആ രീതിയിൽ ശ്രദ്ധിക്കാതെ പോകാനാണ് പലപ്പോഴും വിക്ടിംസ് നോക്കുന്നത്. അത് കൺഫേം ചെയ്തുകൊണ്ട് അതിലൂടെ അങ്ങനെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പെയിൻ ഉണ്ടാവും. അപ്പൊ ഇവരെ ബ്രീഡ് ചെയ്യുന്ന കൾച്ചർ, ഒരു നാർസിസിസ്റ്റിനെ ആയാലും ശരി, ഒരു വിക്ടിമിനെ ആയാലും ശരി, ബ്രീഡ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഫിയറിന്റെയും പെയിനിന്റെയും കൾച്ചറാണത്. അപ്പൊ അതിൽ നിന്നാണ് ഓരോ വ്യക്തികളും ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ ഫിയർ എന്ന് പറയുന്നത് വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിയർ. പെയിൻ നമുക്കുണ്ടാകും എന്നുള്ള പല പല കാര്യങ്ങളിൽ നിന്ന്, നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടേതായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നോളജിൽ നിന്നെല്ലാം, നമുക്ക് എക്സ്പീരിയൻസിൽ നിന്നെല്ലാം നമുക്കുണ്ട്. ഇതിനെല്ലാം റൈറ്റ് അളവിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആങ്കർ ഈസ് എ വെരി ഗുഡ്. നമ്മൾ കോപം അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു വികാരമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കാൻ. പക്ഷെ അത് നമ്മളെ ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുപോകരുത്. ഫിയർ നമ്മളെ മുമ്പോട്ട് നയിക്കാൻ വളരെ നല്ല, ചിലതിനെ പേടിക്കുമ്പോഴാണ് നമ്മൾ മുമ്പോട്ട് മൂവ് ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ളതായിരിക്കണം, ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ളതായിരിക്കില്ല. പെയിൻ ഉണ്ടാവും എന്ന് അറിയുമ്പോഴാണ് ചിലത് നമ്മൾ വിട്ടുമാറുന്നത്. അത് നമ്മളുടെ കൺസ്ട്രക്ഷൻ ഉള്ളതായിരിക്കണം, ഡിസ്ട്രക്ഷൻ ഉള്ളതായിരിക്കരുത്. ഒരു കാരണവശാലും ലോജിക് അല്ലാത്ത ഒരു ഇൻഫോർമേഷനെയും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. അതിനി ആര് പറഞ്ഞതായാലും എവിടുന്നൊക്കെ കേട്ടതായാലും ആദ്യം നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അതിനെ എടുക്കാൻ. വെറുതെ നമ്മുടെ ജീവിതത്തെ വെറുതെ പെയിനും ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും സ്ട്രെസ്സും ആക്കിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ അനുവദിക്കാതിരിക്കുക. അപ്പം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അബ്യൂസ് കൊടുക്കാതിരിക്കുക, അബ്യൂസ് എടുക്കാതിരിക്കുക, സെൽഫ് അബ്യൂസ് ചെയ്യാതെയും ഇരിക്കുക. അതുപോലെ നമുക്ക് എല്ലാവർക്കും നല്ല പ്രോഗ്രസീവായിട്ടും ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ഒക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.